ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി കോൺഗ്രസിന്റെ കളിപ്പാവയായി പ്രവർത്തിക്കുന്നതാണ് ഗുരുവായൂർ ടൗൺ ഹാളിൽ നടത്താൻ തീരുമാനിച്ച ബിഗ് സ്ക്രീൻ പ്രദർശനം തടസ്സപ്പെടാൻ കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയുടെയും കായിക ക്ലബ്ബുകളുടെയും സഹകരണത്തോടെ വർഷങ്ങളായി വിജയകരമായി സംഘടിപ്പിച്ചുവരുന്ന ബിഗ് സ്ക്രീൻ പ്രദർശനം ഇത്തവണയും നടത്താൻ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നതാണ്. ഇത് നടക്കാതിരിക്കാൻ കൗൺസിലിന്റെ പരമാധികാരത്തെ മറികടന്ന് സെക്രട്ടറി നടപടി സ്വീകരിച്ചു. സെക്രട്ടറിയുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും നടപടികൾ ചട്ടവിരുദ്ധവും അവാസ്തവവുമാണ്. സംഭവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. നഗരസഭയുടെ ജനാധിപത്യ അവകാശങ്ങളും ഭരണപരമായ അധികാരങ്ങളും സംരക്ഷിക്കുന്നതിനായി നിയമപരമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. അസാധാരണമാംവിധം മിനിറ്റ്സിൽ തന്റെ കുറിപ്പ് ചേർത്ത് മിനിറ്റ്സ് ഇറങ്ങാതെ ഇരിക്കുവാൻ സെക്രട്ടറി ബോധപൂർവം ശ്രമിച്ചുവെന്നും കൗൺസിലറായ ബഷീർ പൂക്കോട് നൽകിയ കത്ത് ചട്ടവിരുദ്ധമായി സെക്രട്ടറി സ്വീകരിച്ചുവെന്നും ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി. ഞങ്ങളെ കൗൺസിൽ കഴിഞ്ഞത് 27-ാം തീയതി കൗൺസിൽ കഴിഞ്ഞിട്ട് സെക്രട്ടറി ഇവിടെ വന്നിട്ട് ഒരു കുഴപ്പമില്ല ചെയർപേഴ്സൺ, നമുക്കിത് നടത്താം, ഒരു ലെറ്റർ അതിന്റെ ഒരു കോപ്പി എടുത്തു. ഞങ്ങളിങ്ങനെ മിനിറ്റ്സിന്റെ ഒരു പകർപ്പ് എടുക്കാറ് പതിവ്, എല്ലാം കൂടി ഒരുമിച്ചല്ല ഇത് ചെയ്യാറ്, അപ്രൂവ് ചെയ്യാറ്. അപ്പൊ അത് പകർപ്പ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇതിന്റെ വിയോജനക്കുറിപ്പ് ആദ്യം എഴുതിയിട്ട് അതിന്റെ ചോടെ, അതായത് എങ്കിലും സെക്രട്ടറി ഇങ്ങനെ വിയോജനക്കുറിപ്പ് എഴുതിയെങ്കിലും കൗൺസിലിൽ ഐക്യകണ്ഠേന പാസ്സാക്കി എന്ന് ഇത് എഴുതിയിട്ട് നമുക്ക് അപ്രൂവ് ചെയ്യാം. കാരണം ഓഡിറ്റ് വരുമ്പോൾ എന്റെ തലയിലേക്ക് വരാതിരിക്കാനാണ് 23-ാം തീയതി, അതായത് ഞങ്ങളെ കൗൺസിൽ കഴിഞ്ഞിട്ട് പിന്നത്തെ ആ 23-ാം തീയതി വന്ന് പറഞ്ഞെല്ലാം സമ്മതിച്ചു പോയ ആളാ അവിടുന്ന്. നമുക്ക് ആ ഒരു വിഷയമല്ല, നമുക്ക് പരിപാടി നടത്തുന്നോണ്ട്. പക്ഷെ ബഷീർ ഒരു ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അനൂപിനെ വിളിക്കണത് സെക്രട്ടറി. അത് കഴിഞ്ഞതിന് ശേഷമാണ് സെക്രട്ടറി പിന്നെ ഇത് നടത്തില്ല. പിന്നെ സെക്രട്ടറി നഗരകാര്യ ജോയിന്റ് ഡയറക്ടർക്ക് നൽകിയ കത്തും ജോയിന്റ് ഡയറക്ടറുടെ മറുപടിയും അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. സമീപ നഗരസഭകളിൽ ഫുട്ബോൾ പ്രദർശനം കാണിക്കുന്നുണ്ടെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. ബിഗ് സ്ക്രീൻ പ്രദർശനം നടത്താൻ നിയമത്തിനകത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്നും നടക്കാതെ വന്നാൽ ഫുട്ബോൾ പ്രേമികളോട് UDF ചെയ്ത വലിയ പാതകമായി ചരിത്രം ഇതിനെ രേഖപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ V അനൂപ്, AT ഹംസ, ഷാനി റെജി, ബിന്ദു അജിത് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.